എന്താ മോനെ ഇത്രയും വൈകിയത്? ഉച്ചയ്ക്ക് ചോറ് തിരിച്ചു കൊടുത്തേച്ചെന്തിനാ? എനിക്ക് വിശപ്പൊന്നുമില്ല. ആ, നിനക്ക് അസുഖമുണ്ടോ? അവൻ കൊണ്ടുപോകുമ്പോ തന്നെ മണി 2:30 കഴിഞ്ഞു. പിന്നെ എങ്ങനെ ഉണ്ണാ? ഞാൻ നേരത്തെ കൊടുത്തയച്ചല്ലോ. ആഹാ, എന്നാ ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ. അവൻ വഴിക്കുമല്ല കുട്ടിയും കോളിയും കളിക്കാൻ പോയി കാണും. തങ്ക എവിടെ പോരും? അവക്കൊരു പ്രയാസം പോലെ. തങ്കയ്ക്ക് വിളി, ഞാൻ ചോദിക്കാം എന്താ പ്രയാസമെന്ന്. എന്തിനാ ചേച്ചി ഈ ഒളിച്ചുകളിയൊക്കെ? ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. അവൾക്ക് പ്രായമൊക്കെ ആയില്ലേ മോനെ. നാട്ടുകാർ വല്ലതും പറഞ്ഞു തുടങ്ങി കഴിഞ്ഞു. അപ്പോ നീ ഒരു കാര്യം ചെയ്താൽ മതി. ഉച്ചയ്ക്ക് കമ്പനിയിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് നയിക്കണം. അവിടെ ആളില്ല. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നാളെ തൊട്ട് എനിക്ക് ചോറ് കൊടുത്തിറങ്ങണ്ട. കഴിഞ്ഞല്ലോ. ദേഷ്യപ്പെടാതപ്പോ. നാട്ടുമര്യാദ നിങ്ങളുടെയൊക്കെ മര്യാദ നടക്കട്ടെ. മര്യാദ കേട്ടോ ഞാനല്ലേ ഉള്ളൂ. അപ്പോ വേണ്ടേ? എന്താ തങ്ക വീണ്ടും വന്നേ? പല സാധനങ്ങളും വാങ്ങിക്കാൻ മറന്നു. 1/2 കിലോ മുതിര. മുതിര നേരത്തെ വാങ്ങിയല്ലോ. അല്ല, പയറ്. അങ്ങനെ ഓർമ്മ കൂടെ പറയൂ തങ്കേ. തങ്കേ, അവിടെ നിൽക്കാനാ പറഞ്ഞത്. നീ കരുതിക്കുട്ടി എന്നെ അവമാനിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണല്ലേ? വീട്ടിൽ നിന്ന് എന്റെ വെട്ടത്ത് വരത്തില്ല, വെളിയിൽ ഇങ്ങനെയും. എന്താ നിന്റെ ഉദ്ദേശം? ദേ, നിനക്ക് എന്നോട് വിരോധമാണെങ്കിൽ അത് നേരിട്ട് അവിടെ പറഞ്ഞൂടെ? നമ്മുടെ ബന്ധം ഈ നിമിഷം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഞാൻ പെടുന്ന പാട് അപ്പൂനറിയില്ല. അപ്പൂന്റെ അമ്മ എന്റെ അമ്മയാ. രുക്മിണി ചേച്ചി എന്റെയും ചേച്ചിയാ.